വളരെ സംഭവബഹുലമായിട്ടുള്ള ദൈവവചനത്തിൽ കർത്താവിൻ്റെ ക്രൂശീകരണത്തോടുള്ള ബന്ധത്തിൽ നടന്ന കാര്യങ്ങളാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്നത്. ഏത് ഹൃദയത്തെയും തകർക്കും വണ്ണം ദൈവപുത്രൻ, ഒരു പാപവും ചെയ്യാത്ത കർത്താവ്, പാപികളാൽ തനിക്ക് നേരിട്ട ഈ വിരോധങ്ങളെയൊക്കെ സഹിച്ചു. അത് നമുക്ക് ഓരോ പ്രാവശ്യവും ധ്യാനിക്കുമ്പോൾ കർത്താവിൻ്റെ സ്നേഹത്തിൽ നിറഞ്ഞ് ക്രൂശെടുത്തും കൊണ്ട് അവനെ അനുഗമിക്കാനുള്ള ശക്തി നമ്മൾ അധികമായിട്ട് നമുക്ക് നൽകുന്ന കാര്യങ്ങളാണ്. കർത്താവ്, ഇത്രയധികം നീ എന്നെ സ്നേഹിച്ചെങ്കിൽ എനിക്ക് നിന്നെ സ്നേഹിക്കാതിരിക്കാനായിട്ട് കഴിയുമോ എന്ന് നമ്മൾ ഓരോരുത്തരും നമ്മളോട് തന്നെ ചോദിച്ചു പോകുന്ന ചില ഭാഗങ്ങളാണ് നമ്മൾ ധ്യാനിച്ചുകൊണ്ടിരുന്നത്. ദൈവദാസൻ അത് എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടിരുന്നു. തനിക്ക് തന്നെ യേശു പാപം ചെയ്തിട്ടില്ല എന്നുള്ള പൂർണ്ണമായ ബോധ്യം പീലാത്തോസിനുണ്ടായെങ്കിലും അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയമായിട്ടുള്ള ചില കണക്കുകൂട്ടലുകളും സ്വന്തം സ്ഥാനം സംരക്ഷിക്കാനുള്ള ആഗ്രഹവും കൊണ്ട് ആ സത്യത്തിന് അനുസൃതമായിട്ടുള്ള കാര്യങ്ങൾ അദ്ദേഹത്തിന് ചെയ്യാൻ കഴിയാതെ ജനത്തിൻ്റെ നിർബന്ധത്തിന് വഴങ്ങി ചില കാര്യങ്ങൾ ചെയ്യേണ്ടി വരുന്ന ഒരു സാഹചര്യമാണ് നമ്മൾ കാണുന്നത്. അങ്ങനെ യേശുവിനെ ചമ്മട്ടി കൊണ്ടടിച്ച് ക്രൂശിക്കേണ്ടതിന് ഏൽപ്പിച്ചുവെന്നും, അങ്ങനെ ക്രൂശിക്കപ്പെടേണ്ടതിന് വേണ്ടി കോടതി തീരുമാനിച്ച അല്ലെങ്കിൽ വിട്ടുകൊടുത്ത ഒരു വ്യക്തിയെ ആ ക്രൂശിക്കുന്നതിന് മുമ്പ് ചില ഉപചാരങ്ങളെന്ന പോലുള്ള ചില കാര്യങ്ങളുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ പടയാളികൾ ചെയ്യുന്നതായിട്ടുള്ള ചില കളികൾ, ചില പരിഹാസങ്ങൾ ഒക്കെ ഉണ്ട്. നമ്മളും കേട്ടിട്ടുണ്ടല്ലോ. ഈ നമ്മുടെയൊക്കെ ജയിലുകളിലാണെങ്കിൽ പോലും ചില കുറ്റങ്ങൾക്കൊക്കെ വിധിക്കപ്പെട്ട് ജയിലിൽ ചെല്ലുന്ന തടവ് പുള്ളികളെ, ശിക്ഷയ്ക്കായിട്ട് വിധിക്കപ്പെട്ടവരെ ജയിലിൽ ചെല്ലുമ്പോൾ പ്രത്യേകിച്ച് ഒരു കൈകാര്യം ചെയ്യുന്നുണ്ട്. അത് സഹ തടവുകാരാണ് അത് ചെയ്യുന്നത് എന്നൊക്കെ നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ടല്ലോ, നമ്മൾ കണ്ടിട്ടില്ല. ഏകദേശം അതുപോലൊക്കെ തോന്നത്തക്കവണ്ണം ഒഫീഷ്യലായിട്ട് ഒരു വ്യക്തിയെ കൊല്ലാനായിട്ട് വിധിച്ചു കഴിഞ്ഞു, അല്ലെങ്കിൽ ക്രൂരമായ ശിക്ഷയ്ക്ക് വിധിച്ചു കഴിഞ്ഞു. അതിന് തുടർന്നാണ് ഈ പരിഹാസം. അപ്പം നമുക്ക് കാണാം, ഈ പരിഹാസം എന്ന് പറയുന്നത് 27 വാക്യം മുതൽ 31 വാക്യം വരെയും 32 മുതൽ 38 വരെ വാക്യങ്ങളിൽ ക്രൂശീകരണമാണ് കാണുന്നതെങ്കിൽ തുടർന്നും വേറൊരു നിലയിലുള്ള പരിഹാസമാണ് കർത്താവ് നേരിടുന്നത്. 39 മുതൽ 44 വരെയുള്ള വാക്യങ്ങളിലും ആ പരിഹാസമാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് എന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും. ചമ്മട്ടി കൊണ്ട് അടിപ്പിച്ച് എന്ന് പറയുമ്പം കർത്താവിൻ്റെ ദാസൻ പറഞ്ഞ പോലെ തന്നെ ഒരു മനുഷ്യനെ ജീവച്ഛവമാക്കി കളയുന്ന നിലയിലുള്ള ചമ്മട്ടിയടിയാണ് അത്. ഇന്നത്തെ കാലത്ത് അങ്ങനത്തെ ചമ്മട്ടിയടി ഉണ്ടോ എന്ന് പോലും നമുക്കറിയത്തില്ല. കാരണം ഇന്ന് മനുഷ്യാവകാശങ്ങളൊക്കെയുള്ള കാലമാണ്. ഒരു തടവുള്ളിയാണേലും അല്ലെങ്കിൽ മരണശിക്ഷയ്ക്ക് വിധിച്ച ഒരു വ്യക്തിയാണെങ്കിൽ പോലും അവന് ചില അവകാശങ്ങളൊക്കെ ഉണ്ട്. ആ അവകാശങ്ങളൊക്കെ അനുസരിച്ച് അദ്ദേഹത്തെ ശിക്ഷിക്കാനോ കൊല്ലാനോ ഒക്കെ പാടുള്ളൂ എന്നുള്ളതാണ് സാമാന്യഗതിയിലുള്ള വിവക്ഷ. അങ്ങനെയാണ് ഉള്ള നിയമങ്ങളും ഒക്കെ ഉള്ളത്. എന്നാൽ ഈ ഞാൻ പറഞ്ഞു കേട്ടിട്ടുള്ളത്, ഈ മരണശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ആൾക്കാരെ ഈ ചമ്മട്ടി കൊണ്ട് അടിക്കുമ്പം തന്നെ ചില ആൾക്കാർ ഈ ചമ്മട്ടിയടിയിൽ തന്നെ മരിച്ചു പോകുമെന്ന് കേട്ടിട്ടുണ്ട്. കാരണം അതുപോലുള്ള ചമ്മട്ടിയടിയാണ്. 3 നിലയിലുള്ള ചമ്മട്ടിയടി ഉണ്ടായിരുന്നു. അതിന് 3 ഗ്രീക്ക് വാക്കുകളാണ് ഉപയോഗിച്ചേക്കുന്നത് എന്നുള്ളതും ആ ഭാഗത്തെപ്പറ്റി വായിച്ചപ്പം പഠിക്കാനായിട്ട് കഴിഞ്ഞു. അത് എന്താ ഗ്രീക്ക് വാക്ക്, എൻ്റെ വായിക്ക് അങ്ങോട്ട് വഴങ്ങുന്ന വാക്കല്ലാത്തതുകൊണ്ട് ഞാനത് പറയുന്നില്ല. എന്നാൽ തന്നെ ആദ്യത്തത് ഒരു മൈൽഡായിട്ടുള്ള വാണിംഗ് എന്നുള്ള നിലയ്ക്കുള്ള അടിയാണ്. അത് വലിയ കാര്യപ്പെട്ട അടിയൊന്നുമല്ല. രണ്ടാമത് ഉള്ളതെന്ന് പറയുന്നത് വളരെ ശക്തമായിട്ടുള്ള അടി തന്നെയാണ്. എന്നാലും അടുത്ത അടി പോലെ അത്ര ഇതല്ല, ക്രൂരമായതല്ല. അടി തന്നെയാണ്. എന്നാൽ മൂന്നാമത്തെ അടിയാണ് അത് വല്ലാത്ത അടിയാണ്. അത് വെർബറാറ്റിയോ എന്നാണ്. അത് ടെറിബിൾ അസോസിയേറ്റഡ് വിത്ത് ക്യാപിറ്റൽ പണിഷ്മെൻറ്റ് എന്നുള്ളതാണ് നമുക്ക് അതിനെപ്പറ്റിയുള്ള വിവരണം നമുക്ക് റഫറൻസ് ഗ്രന്ഥങ്ങളിൽ കാണാൻ കഴിയുന്നത്. ടെറിബിളായിട്ടുള്ളതും സാധാരണഗതിയിൽ മരണശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ആൾക്കാർക്കാണ് അത് കൊടുക്കുന്നത്. അത് ആ ചാട്ടവാർ എങ്ങനെയുള്ളതാണ് എന്നുള്ളത്
കർത്താവിൻ്റെ ദാസൻ പറഞ്ഞിട്ടുണ്ടല്ലോ. നമ്മുടെ കർത്തൃമേശ നടക്കുന്ന സമയത്തൊക്കെ ദൈവദാസന്മാർ പലപ്പോഴും അത് എക്സ്പ്ലെയിൻ ചെയ്യാറുമുണ്ട്. ഇങ്ങനെ മാംസത്തിൽ കൊളുത്തി വലിക്കുന്ന കൊളുത്തുകൾ പോലുള്ള ആ, ആ, കാര്യങ്ങളൊക്കെ ഫിറ്റ് ചെയ്ത് വെച്ചേക്കുന്ന, അല്ലെങ്കിൽ അങ്ങനത്തെ പീസസും മെറ്റൽ പീസസും അതുപോലൊക്കെ ഉള്ളത് ഫിറ്റ് ചെയ്ത് വെച്ചേക്കുന്ന ചാട്ടവാറാണ്. അത് അടിച്ചു കഴിയുമ്പോൾ അത് മാംസത്തിലേക്ക് അതിൻ്റെ അറ്റത്തുള്ള ഇത് ആഴ്ന്നിറങ്ങുകയും വലിച്ചു കഴിയുമ്പം അവിടെ മുഴുവൻ ഉഴവുചാല് പോലെ കീറിപ്പോകുന്ന ഒരു അനുഭവമാണ്. എന്ന് മാത്രമല്ല, ആന്തരിക അവയവങ്ങൾ പോലും പലപ്പോഴും എക്സ്പോസ്ഡ് ആകും എന്ന് വരെ അതിനെപ്പറ്റി പറഞ്ഞ് കണ്ടിട്ടുള്ളവർ, അല്ലെങ്കിൽ അതിനെപ്പറ്റിയുള്ളവർ പറഞ്ഞിട്ടുണ്ട്. ആദിമ സഭാപിതാക്കന്മാരായിട്ടുള്ള ഒറിഗോൺ, സൗത്ത് ആഫ്രിക്കയിലെ, നോർത്ത് ആഫ്രിക്കയിലെ ബിഷപ്പായിരുന്ന അത് തെർത്തുല്യൻ, ഇവരൊക്കെ അതിനെപ്പറ്റി ആ കാലഘട്ടത്തിലുണ്ടായിരുന്ന ചില ചരിത്രപരമായ കാര്യങ്ങളെക്കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതും നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. അപ്പം ഇങ്ങനെ ചമ്മട്ടി കൊണ്ട് അടിച്ചു കഴിയുമ്പം തന്നെ പകുതി മരിച്ച്, അല്ലെങ്കിൽ പകുതി വേദന കൊണ്ട് പുളഞ്ഞ്, നമുക്കറിയാമല്ലോ വേദന ഒത്തിരി കൂടി കഴിയുമ്പോൾ പിന്നെ വേദന അറിയാത്ത ഒരു നിലയിലേക്ക് എത്തും. നമുക്കറിയാം, പെട്ടെന്ന് നമ്മുടെ ആ ശരീര അവയവങ്ങളോ അല്ലെങ്കിൽ ഭയങ്കര ഒരു ലിമിറ്റിൽ കൂടുതലുള്ള വേദന ആകുമ്പോഴത്തേക്ക് ശരീരം അങ്ങ് മരവിച്ചു പോകും. പിന്നെ നമ്മൾ ആ വേദന അറിയത്തില്ല, വേദന അറിയാൻ ഇച്ചിരി സമയമെടുക്കും എന്നുള്ള നിലയിലേക്കുള്ള അതുപോലുള്ള ഒരവസ്ഥയിലാണ് അവിടെ കർത്താവ് അതുപോലെ വേദന അനുഭവിച്ച വളരെ മൃഗീയമായ പീഡനത്തിന് ചാട്ടവാറടി, ചമ്മട്ടി കൊണ്ടുള്ള അടി എന്നുള്ളത് കൊണ്ട് നമ്മളതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ജനം ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, ഈ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ കുഞ്ഞുങ്ങളിലും വരട്ടെ എന്ന് പറഞ്ഞത് നമ്മൾ ഇന്നലെ കണ്ടു. അങ്ങനെ വളരെ പീഡനം ഏൽപ്പിച്ചിട്ട് അനന്തരം നാടുവാഴികൾ യേശുവിനെ ആസ്ഥാനത്തിലേക്ക് കൊണ്ടുപോയി അവൻ്റെ നേരെ വരുത്തി അവൻ്റെ വസ്ത്രം അഴിച്ചു. അപ്പം ഈ അന്നത്തെ കാലത്ത് മരണശിക്ഷയ്ക്ക് വിധിക്കുന്ന വ്യക്തികളെ മേൽ ഈ പടയാളികൾ ചില ക്രൂര വിനോദങ്ങൾ നടത്തുമായിരുന്നു. 2 നിലയിലുള്ള കളികളാണ് എന്നാണ് നമ്മൾ പറഞ്ഞേക്കുന്നത്. ഒന്ന്, അവനെ ഈ രാജാവാക്കി അവനെ കളിക്കുക അല്ലെങ്കിൽ പരിഹസിക്കുക. അതുപോലെ തന്നെ കണ്ണു മൂടിക്കെട്ടിയിട്ട് ആരാണ് നിന്നെ അടിച്ചത് എന്ന് ചോദിക്കുക. ഇതൊക്കെ ആയിരുന്നു അവരുടെ, നമുക്കറിയാമല്ലോ ഈ സംഗതി. നമ്മൾ ഈ കാക്കിയോ തൊപ്പിയോ ഒക്കെ വെച്ച ആൾക്കാർ പോകുമ്പം അയ്യോ കണ്ടില്ലേ, അവർക്ക് ഭയങ്കര അധികാരം. നമുക്കറിയാം ഒരു ലോക്കൽ SIക്ക് പോലുള്ള അധികാരവും അവരൊക്കെ നമ്മളെ കിടുകിട വിറപ്പിക്കുന്നതുമൊക്കെ നമുക്ക് പരിചയമുള്ള കാര്യമാണ്. ഇപ്പോഴാണെങ്കിൽ പോലും എത്ര മനുഷ്യാവകാശത്തെപ്പറ്റി നമുക്ക് ബോധ്യമുണ്ടെങ്കിലും പോലീസ് സ്റ്റേഷനിലോട്ട് കയറുമ്പം ഉള്ളൊന്ന് കിടുങ്ങാത്ത ആൾക്കാർ കുറവാണ്. പേടിയുണ്ട് നമുക്ക്. കാരണം പോലീസിനെ കുറിച്ചുള്ള നമ്മുടെ ധാരണ, അതുപോലുള്ള പടയാളികളെക്കുറിച്ചുള്ള നമ്മുടെ ധാരണയെന്നൊക്കെ പറയുന്നത് നമ്മളെ പേടിപ്പിക്കുകയും ക്രൂരമായി നമ്മളോട് ഇടപെടുകയും ചെയ്യുന്ന ആൾക്കാർ എന്നുള്ളൊരു ധാരണ എങ്ങനെയോ ഹൃദയത്തിൽ ഉണ്ടായിപ്പോയി. ഇന്നത്തെ പോലീസുകാരൊന്നും പലരും അങ്ങനെയൊന്നും അല്ല. എന്നാൽ തന്നെ നമുക്ക് അവരെക്കുറിച്ചുള്ള ധാരണ അത്. എന്ന് മാത്രമല്ല, നമ്മൾ പലപ്പോഴും ആലോചിക്കും, അയ്യോ ഇവരുടെ അധികാരം ഒന്ന് ഇച്ചിരി നേരത്തേക്ക് എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ കാണിച്ചു കൊടുക്കാമായിരുന്നു എന്നൊക്കെ ചില സാഹചര്യത്തിൽ നമുക്ക് തോന്നും. നമ്മളോട് ക്രൂരമായിട്ട് ഇടപെടുന്നവരോടൊക്കെ നമുക്ക് പലപ്പോഴും അങ്ങനെ തോന്നും. എന്നാൽ ഇവരൊക്കെ ഇങ്ങനെ ഇടപെടുന്ന അതിൻ്റെ കാരണം എന്താ? പണ്ട് കർത്താവിൻ്റെ ദാസൻ PT തോമസ് എന്നോട് പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹം ബസ്സിൽ കയറി കണ്ടക്ടർ എല്ലാവരോടും ഇങ്ങനെ ചൂടായിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഭയങ്കരമായിട്ട് ചൂടായപ്പോൾ PT തോമസ് ചോദിച്ചു, രാവിലെ തൊട്ട് കഷ്ടതയല്ലേ സാറേ, അല്ലെങ്കിൽ മാന്യ വ്യക്തി എന്നും പറഞ്ഞ് അദ്ദേഹത്തോട് കുറച്ച് സഹതപിച്ചപ്പം ആ കണ്ടക്ടർ അങ്ങ് തകർന്നു പോയതായിട്ട് വായിക്കുന്നത്. കാരണം രാവിലെ തൊട്ട് ഈ 6 മണിക്ക് ബസ്സിൽ കയറി ആ വാതിക്ക് നിൽക്കുന്നവരൊക്കെ കയറി മുന്നോട്ട് ഇറങ്ങിപ്പോ, അല്ലെങ്കിൽ ടിക്കറ്റ് എടുക്കാത്തവർ എവിടെ എന്നൊക്കെ പറഞ്ഞ് ഒരു നിമിഷം ശ്രദ്ധ തിരിക്കാൻ പറ്റാത്ത ഒരു ജോലിയാണെന്നും വൈകുന്നേരം ആകുമ്പോൾ ഏകദേശം ഇവർ തളരും എന്ന് പറയുന്നത് പോലെ തന്നെയാണ് ഈ നിയമപാലകരുടെ അവസ്ഥയും. അവർ വളരെ ഫ്രസ്ട്രേറ്റഡാണ്. പ്രത്യേകിച്ച് ഈ യെരുശലേമിൽ ഡ്യൂട്ടിക്ക് നിയോഗിക്കുക എന്ന് പറയുന്നത് ഒരു സൈനികനും ഇഷ്ടമല്ലാത്ത ഒരു കാര്യമായിരുന്നു എന്ന് കേട്ടിട്ടുണ്ട്. യഹൂദന്മാരുടെ പെരുന്നാളിനും ഒക്കെ ഞാൻ ഇന്നലെ തന്നെ പറഞ്ഞില്ലേ, ഇവർ യഹൂദന്മാരെ നിയന്ത്രിക്കുക എന്ന് പറഞ്ഞാൽ ചില്ലറക്കാരൊന്നും അല്ല. അവർ റോമാ സാമ്രാജ്യത്തിൽ ഉൾപ്പെട്ടെന്ന് പറഞ്ഞാലും റോമക്കാർക്ക് എപ്പോഴും ഒരു തലവേദനയായിട്ടുള്ള ആൾക്കാരായിരുന്നു ഇവർക്ക് പല സ്പെഷ്യൽ പ്രിവിലേജസും ട്രീറ്റ്മെൻറ്റും ഒക്കെ ഉണ്ടായിരുന്ന
ആൾക്കാർ തന്നെയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. അപ്പം ഇങ്ങനെയൊക്കെയുള്ള ആൾക്കാരെ നിയന്ത്രിക്കേണ്ടി വരുന്നത് വളരെ ഫ്രസ്ട്രേഷൻ ഉണ്ടാക്കുന്ന ഒരു കാര്യമായിരുന്നു, അവർക്ക് മാനസിക സമ്മർദ്ദം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. നമുക്കറിയാം, ഒരു മനുഷ്യൻ കരയുന്നത് കണ്ടാലോ ദയനീയമായിട്ട് അവനെ ശിക്ഷിക്കേണ്ടി വരുമ്പോഴോ ഒക്കെ ഒരു മനുഷ്യനാണെങ്കിൽ അവരുടെ ഹൃദയവും അയ്യോ ഞാനിത് ചെയ്യാവോ, എനിക്കാണ്, അല്ലെങ്കിൽ എൻ്റെ ബന്ധുക്കൾക്കോ എൻ്റെ വീട്ടിലിരിക്കുന്നവർക്കോ മാതാപിതാക്കൾക്കോ സഹോദരങ്ങൾക്കോ ഇതുപോലൊരു സാഹചര്യം ഉണ്ടായാൽ അവരെന്ത് ചെയ്യും എന്ന് ഒന്ന് ചിന്തിക്കുമ്പോൾ തന്നെ അവർക്ക് പലർക്കും ഈ ശിക്ഷ നടപ്പാക്കാൻ കഴിയത്തില്ല. നമുക്കറിയാമല്ലോ, അവരുടെ മനസ്സ് വളരെ കഠിനപ്പെടുത്തി പല സ്ഥലങ്ങളിൽ പല രീതികളിൽ അവരുടെ മനസ്സൊരു നിലയിൽ ഹാർഡൻഡാണ്. ഇങ്ങനെയൊക്കെയുള്ള പ്രവർത്തികൾ ചെയ്യാൻ വേണ്ടി, ദയയില്ലാത്ത പ്രവർത്തികൾ ചെയ്യാൻ വേണ്ടി അവർ വളരെ ട്രെയിൻഡാണ് എന്നുള്ളത് നമുക്കറിയാം. അപ്പം അവർക്ക് പലപ്പോഴും ഇങ്ങനെ രാവിലെ മുതൽ വൈകുന്നേരം വരെ നിൽക്കുക. ചില പോലീസുകാരെയൊക്കെ ഇവിടെ നമുക്ക് പരിചയപ്പെടാനായിട്ടുള്ള അവസരമുണ്ട്, നമ്മുടെ ഇവിടെ അടുത്താണ്. മാത്രമല്ല പലപ്പോഴും ഭാര്യ ഈ ഗവൺമെൻറ് സർവീസ് ജോലി ചെയ്യുന്നതുകൊണ്ട് അവർക്ക് ലീവ് എടുക്കാൻ, അവരുടെ പിന്നെ പല കാര്യങ്ങൾക്ക് പോസ്റ്റ്മോർട്ടത്തിന് ഇതിനൊക്കെ ഇവിടെ വരേണ്ട ഒരു സാഹചര്യം ഉള്ളതുകൊണ്ട് ചിലരോടൊക്കെ പലപ്പോഴുമൊക്കെ സംസാരിക്കാനും അങ്ങനെ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ പരിചയക്കാർ ചിലരൊക്കെ ഉണ്ട്. എന്നാലും പലരും പറയുന്ന ഈ പോലീസുകാരോടുള്ള ചങ്ങാത്തം മാത്രം നമുക്ക് വേണ്ട, ബാക്കിയെല്ലാം കുഴപ്പമില്ല എന്ന് പറയുന്ന ആൾക്കാരുമുണ്ട്. കാരണം ഇവരോട് എത്ര ചങ്ങാത്തം പുലർത്തിയാലും അവരവരുടെ സമയത്ത് അവരുടെ സ്വഭാവം കാണിക്കേണ്ടത് കാണിക്കും എന്നാണ് പൊതുജനാഭിപ്രായം. ഞാൻ അങ്ങനെ അഭിപ്രായപ്പെടുവല്ല, പൊതുജനാഭിപ്രായം. കാരണം അവരുടെ ഒരു പ്രത്യേക ഒരു മാനസികാവസ്ഥയിൽ കൂടെ കടന്നു പോകുന്നവരാണ് ഇവർ എന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പം ഈ ഒരു ഫ്രസ്ട്രേഷൻ കൊണ്ടാണ് പലപ്പോഴും ഇങ്ങനെയുള്ള ക്രൂര വിനോദങ്ങൾ നടക്കുമ്പം, ഞാൻ പണ്ട് ഓർക്കുന്നുണ്ട്, ഇവിടെയുള്ള ഒരു സബ് ഇൻസ്പെക്ടർ എന്ന് പറയുന്ന ഒരു വ്യക്തി എൻ്റെ അടുത്ത സ്നേഹിതനുമായിരുന്നു. ഇപ്പോൾ അദ്ദേഹം നമ്മുടെ കേരളത്തിലെ ഒരു പ്രധാന പട്ടണത്തിലെ പോലീസ് കമ്മീഷണറാണ്. അദ്ദേഹം ആ നിലയിൽ SP ഒക്കെ ആയി അങ്ങനെ ആയിരിക്കുന്ന വ്യക്തിയാണ്. അപ്പോൾ അദ്ദേഹം എൻ്റെ അയൽവാസിയായിട്ട് താമസിക്കുക. രാവിലെ എഴുന്നേറ്റ് ഞങ്ങൾ ഷട്ടിൽ കളിക്കും. അത് കഴിഞ്ഞ് ഇങ്ങനെയൊക്കെയുള്ള വളരെ ക്ലോസ് ആയിട്ട് ഉള്ള ഒരു വ്യക്തി തന്നെയാണ്. എന്തോ ഒരു കാര്യത്തിൽ ഞാൻ അത് സ്റ്റേഷനിൽ ചെല്ലാനായിട്ട് ഇടയായി തീർന്നു. ചെന്ന് കഴിഞ്ഞപ്പോൾ ഇദ്ദേഹത്തിൻ്റെ സാന്നിധ്യത്തിൽ വെച്ച് തന്നെ അദ്ദേഹത്തിന് താഴെയുള്ള ASIമാരും ഒക്കെ എന്നെ കളിയാക്കുക, അച്ചോ എന്താണ് എന്നൊക്കെ പാട്ടൊക്കെ പാടുക. ഞാൻ വിചാരിച്ച്, അല്ല ഇദ്ദേഹത്തെ എനിക്ക് ഇത്ര ക്ലോസ് ആയിട്ട് അറിയാമെങ്കിലും എന്നെ ഈ കളിയാക്കി പാട്ട് പാടാനായിട്ട് ഇങ്ങനെ എങ്ങനെ തോന്നി? അവരുടെ ഒരു ജീവിതശൈലിയാണ്. കാരണം അവർ എന്തെങ്കിലും ഒരു ഇത് പ്രതീക്ഷിച്ചിരിക്കുക, ഒരു ഔട്ട്ലെറ്റ്, അവരുടെ വികാരങ്ങൾക്കൊക്കെ ഒരു ഔട്ട്ലെറ്റ് പ്രതീക്ഷിച്ചിരിക്കുക. അന്നേരമാണ് ഞാൻ അങ്ങോട്ട് കയറി ചെല്ലുന്നത്. അപ്പോൾ എന്നെ അച്ചോ എന്നൊക്കെ വിളിച്ച് എന്നെ ഒന്ന് കളിയാക്കുന്നതിൽ അവർ വിചാരിക്കുന്നത് നിരുപദ്രവകരമാണ്. അവരുടെ നോക്കുമ്പം ഈ കളിയാക്കലൊന്നും അല്ല. നോക്കിയാട്ടെ, ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് ഒരു പ്രത്യേക നിലയിൽ ആ കർത്താവിനെ രാജാവാക്കി കളിയാക്കുന്ന ഒരു നിലയിൽ. അതിനുവേണ്ടി ചില വസ്ത്രങ്ങളൊക്കെ, അവൻ്റെ വസ്ത്രം അഴിച്ച് ചുവന്ന മേലങ്കി ധരിപ്പിച്ച്, കർത്താവിൻ്റെ ദാസൻ അത് പറഞ്ഞല്ലോ, മുള്ളുകൊണ്ടുള്ള ഒരു കിരീടം മെടഞ്ഞ് അവൻ്റെ തലയിൽ വെച്ച്, രാജാക്കന്മാർക്ക് കിരീടമുണ്ടല്ലോ, വലങ്കയിൽ ഒരു കോലും കൊടുത്ത് അവൻ്റെ മുന്നിൽ മുട്ടുകുത്തി യഹൂദന്മാരുടെ രാജാവേ ജയ ജയ എന്ന് പരിഹസിച്ചു എന്ന് നമ്മൾ വായിക്കുക. പിന്നെ അവനെ തുപ്പി കോലെടുത്ത് അവൻ്റെ തലയിൽ അടിച്ചു. അവനെ പരിഹസിച്ചു തീർന്നപ്പോൾ മേലങ്കി നീക്കി അവൻ്റെ സ്വന്തം വസ്ത്രം ധരിപ്പിച്ച് ക്രൂശിക്കാൻ കൊണ്ടുപോയി. അപ്പോൾ അങ്ങനെ ആ ഒരു എപ്പിസോഡ് അവിടെ കഴിഞ്ഞു. കർത്താവിൻ്റെ സ്വന്തം വസ്ത്രം ധരിപ്പിച്ചു. അതിന് മുമ്പേ തന്നെ നമ്മൾ കാണാം, നേരത്തെ നമ്മൾ കഴിഞ്ഞ അധ്യായത്തിൽ നമ്മൾ വായിച്ചപ്പം കണ്ടു, അവനെ തല്ലിയിട്ട് ആരാണ് തല്ലിയതെന്ന് പ്രവചിക്കുക എന്ന്. അതിൻ്റെ 26-ാം അധ്യായം 67-ാം വാക്യത്തിൽ, അപ്പോൾ അവൻ്റെ മുഖത്ത് തുപ്പി അവനെ മുഷ്ടി ചുരുട്ടി കുത്തി ചിലർ അവരെ കന്നത്തടിച്ചു, ഹേ ക്രിസ്തുവേ നിന്നെ തല്ലിയത് ആർ എന്ന് ഞങ്ങളോട് പ്രവചിക്കുക എന്ന് പറഞ്ഞ ഭാഗവും നമുക്ക് ആ ഓർമ്മയുണ്ടല്ലോ. അപ്പോൾ ഇങ്ങനെ പരിഹാസമാക്കി തീർക്കുക. നമുക്കറിയാം, ഒരു സെൽഫ് റെസ്പെക്റ്റും ഒരു അഭിമാനവും ഒക്കെ ഉള്ള ഒരു വ്യക്തിയെ നമ്മുടെ വീട്ടുകാരിപ്പം നമ്മളെ എന്തെങ്കിലും പറഞ്ഞാൽ തന്നെ നമുക്ക് ഹർട്ട് ചെയ്യും. പുറത്തോട്ടിറങ്ങി നമുക്ക് ലഭിക്കേണ്ട ഒരു അവകാശമോ പ്രയാസമോ അല്ല അവകാശമോ കാര്യങ്ങളോ നമുക്ക് കിട്ടിയില്ലെങ്കിൽ നമ്മൾ ഉടനെ ക്രുദ്ധിച്ചു പോകും. ഒരു ക്യൂവിൽ നമ്മൾ നിൽക്കുകയാണെങ്കിൽ നമുക്ക് മുന്നേ ഒരാൾ കയറിയാൽ തന്നെ നമുക്ക് പെട്ടെന്ന് ദേഷ്യം വരും. അയാളോട് പുറകിൽ പോയി നിൽക്കുക എന്ന് നമ്മൾ പറയാറുണ്ട്. കാരണം നമ്മുടെ ഏതെങ്കിലും അവകാശങ്ങളോ നമുക്കുള്ള പ്രിവിലേജസോ അധികാരങ്ങളോ ഒന്നും ഏതെങ്കിലും നിലയിൽ നിഷേധിക്കപ്പെടുന്നത് ഇഷ്ടമല്ലാത്ത നമ്മൾ, വേറൊരാൾ നമ്മളെ ഈ നിലയിൽ പരിഹസിക്കുകയും ദുഃഖിപ്പിക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ ഹൃദയം എപ്രകാരം തകരും എന്നും, സകലത്തിനും ലാക്കും കാരണബോധനുമായ കർത്താവിന് ഈ ഒരു സാഹചര്യത്തിൽ എന്ത് തോന്നിയിരിക്കാം. ഇപ്പം നമ്മുടെ വീട്ടിൽ കയറി നമ്മൾ ആ വീടിൻ്റെ യജമാനനാണെന്നറിയാതെ നമ്മുടെ മേൽ ആരെങ്കിലും അധികാരം ചെലുത്തിയാൽ നമുക്ക് തമാശ തോന്നുന്നത് പോലെ, നമുക്ക് വളരെ അധികാരത്തോടെ ഇടപെടാൻ അവകാശമുള്ളതുപോലെ കർത്താവിന് വളരെ അധികാരത്തോടുകൂടെ ഇടപെടാൻ അവകാശമുള്ളപ്പോൾ തന്നെ ഞാനിവിടെ ആരുമല്ല, ഞാനൊന്നുമല്ല,
ഒരു ദൈവദാസൻ നമ്മുടെ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനത്തിലെ തന്നെത്താൻ താഴ്ത്തി ക്രൂശിലെ മരണത്തോളവും അനുസരണമുള്ളവനായി തീർന്നു എന്ന് പറഞ്ഞ ആ ഭാഗത്തെക്കുറിച്ച് വ്യാഖ്യാനിച്ചേക്കുന്നത് ക്രിസ്തുവിലുള്ള ഭാവം തന്നെ നിങ്ങളിൽ ഉണ്ടായിരിക്കട്ടെ. ഈ ശിശുക്കളെ പോലെ ആയി വരുന്നില്ല എങ്കിൽ നിങ്ങൾ സ്വർഗരാജ്യം കാണുകയില്ല എന്നൊക്കെ പറഞ്ഞ വാക്യത്തിന് ഒരു അർത്ഥം വ്യാഖ്യാനിച്ചത് നമുക്കറിയാം. ഗലാത്യലേഖനം തന്നെ പറയുന്നുണ്ട്, യജമാനൻ ശിശു ആയിരിക്കുന്നിടത്തോളം ദാസനേക്കാൾ ഒട്ടും പ്രയോജനമുള്ളവനല്ല, അവൻ ഗൃഹവിചാരന്മാർക്കൊക്കെ കീഴ്പ്പെട്ടിരിക്കുന്നവൻ അത്രയെന്ന് പറഞ്ഞതുപോലെ ഈ ലോകത്ത് സകലവും അവൻ മുഖാന്തരം ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായതല്ല എന്ന് പറയുന്ന താൻ സൃഷ്ടിച്ച തൻ്റെ കൈപ്പണിയായ ഈ ലോകത്തിൽ ഈ മനുഷ്യൻ തന്നെ വേദനിപ്പിക്കുമ്പം എന്തുമാത്രം കർത്താവിന് ഫീൽ ചെയ്യാൻ സാധ്യതയുണ്ട്. എന്നാൽ കർത്താവ് ഒരു ശിശുവിനെ പോലെ, ഞാൻ ഇവിടെ ആരുമല്ല, ഞാനിവിടെ ഒന്നുമല്ല, എനിക്ക് പ്രത്യേകിച്ച് അധികാരം ഒന്നുമില്ല, ഇങ്ങനെയൊക്കെ ചെയ്താലും എനിക്കൊരു ഒന്നുമില്ല എന്നുള്ളൊരു നിലയിൽ നമ്മളോടുള്ള സ്നേഹം കൊണ്ട് നമ്മളെ അങ്ങനെ അല്ലെങ്കിൽ അത് ക്ഷമിക്കാനായിട്ട്, അത് സഹിക്കാനായിട്ട് ഇടയായി തീർന്നു എന്ന് നമ്മൾ വായിക്കുമ്പം നമുക്ക് ചെറിയ ചെറിയ ഹാർട്ട് ഫീലിംഗ് ഉണ്ടാകുമ്പം നമ്മൾ പ്രതികരിക്കുന്ന പ്രതികരണവും കർത്താവ് പ്രതികരിക്കാതിരുന്ന ഇതും കൂടെ നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാൽ മതി, എന്തുമാത്രം ഒരു ഡീപ്പ് ഹർട്ടാണ് കർത്താവിന് ഉണ്ടായതെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. എന്ന് മാത്രമല്ല, നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ, ഇത് ഞാൻ ഏതോ കവിതയിലോ ആരോ പറഞ്ഞോ കേട്ടതാ, ആ കാരിരും പാണികളല്ല ക്രിസ്തുവിനെ ക്രൂശിനോട് ബന്ധിച്ച് നിർത്തിയത്, അത് നമ്മളോടുള്ള സ്നേഹമായിരുന്നു എന്ന് പറഞ്ഞ് നമ്മളെല്ലാം കേട്ടിട്ടുള്ള ഒരു വാക്കാണല്ലോ. എന്ന് പറഞ്ഞതുപോലെ ആ സ്നേഹം കൊണ്ട് കർത്താവ് ഇതൊക്കെ സഹിക്കുകയും നമുക്ക് വേണ്ടി അനുഭവിക്കുകയും ചെയ്തു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. ശീമോൻ എന്നു പേരുള്ള കുറേനക്കാരനെ കണ്ടു. അത് ദൈവദാസൻ പറഞ്ഞു കഴിഞ്ഞു. ലിബിയ എന്ന് പറയുന്ന കുറേന എന്ന് പറയുന്ന സ്ഥലമെന്ന് നമുക്ക് ഏകദേശം മനസ്സിലാക്കാൻ കഴിയും. ഒരു കർത്തവർഗ്ഗക്കാരനായിരിക്കാൻ സാധ്യതയുണ്ട്. ക്രൂശ് ചുമപ്പാൻ നിർബന്ധിച്ചു. കാരണം കർത്താവിനത് വഹിക്കാനായിട്ട് കഴിയാത്തത് കൊണ്ട് അവൻ്റെ ക്രൂശ് ചുമപ്പാൻ നിർബന്ധിച്ചു. തലയോടിടം എന്ന അർത്ഥമുള്ള, തലയോടിടം ഗൊൽഗോഥ എന്ന പേര്, കാൽവരി എന്ന് പറഞ്ഞാലും അതിൻ്റെ അർത്ഥം ഈ തലയോട്ടി എന്നുള്ള ഒരു അർത്ഥമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. പല ഭാഷകളിലുള്ള ഭാഷാന്തരമാണ്. അതാണ് ഈ പറയുന്ന തലയോടിടം, കാൽവരി, ഗൊൽഗോഥ എന്നൊക്കെ പറയുന്നത് കൊണ്ട് അർത്ഥമാക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാം. നമ്മുടെയൊക്കെ അണ്ടർസ്റ്റാൻഡിങ് അനുസരിച്ച് ക്രിസ്തുവിനെ ഒരു കുന്നിൻ്റെ മീതെ കയറ്റി ക്രൂശിച്ചു എന്നുള്ളതാണ്. എന്നാൽ നമുക്കറിയാം, കടന്നു പോകുന്നവർ തല കുലുക്കി അവനെ ദുഷിച്ചു എന്ന് പറയുമ്പം ഒരു കുന്നിൻ്റെ മീതെ ആയിരിക്കാനുള്ള സാധ്യതയില്ല. എന്നാൽ വഴി പോകുന്നവർക്ക് കാണാൻ തക്കവണ്ണം ഒരു ഉയരമുള്ള സ്ഥലത്ത്, എന്നാൽ ആ വഴിയോട് നിന്ന് കാണാവുന്ന ഒരു നിലയിലാണ് കർത്താവിനെ ക്രൂശിച്ചതെന്ന് ഈ സംഭവ വിവരങ്ങൾ വായിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. നിശ്ചയമായിട്ടും ആൾക്കാർക്കൊക്കെ നിൽക്കാനും ഒക്കെ കഴിയുന്ന ഒരു സമതലം, താഴ്ന്ന സ്ഥലമെന്നല്ല ഉദ്ദേശിക്കുന്നത്, ഉയർന്ന സ്ഥലത്ത് തന്നെ ഒരു നിരപ്പായ സ്ഥലം എന്ന് നമുക്ക് വേണമെങ്കിൽ കരുതാവുന്ന ചില സാഹചര്യങ്ങൾ അവിടെ ഉണ്ട് എന്ന് ഞാൻ ചിന്തിക്കുക. നോക്കിയാട്ടെ, അവന് കയ്പ് കലക്കിയ വീഞ്ഞ് കുടിക്കാൻ കൊടുത്തു. കഴിഞ്ഞ കുറച്ച് നാൾ മുന്നേ, ഏകദേശം 1 വർഷം മുന്നേ നമ്മുടെ ക്ലബ് ഹൗസിലുള്ള ഒരു പ്രധാന ചർച്ചയായിരുന്നു, കർത്താവിന് എത്ര പ്രാവശ്യം വീഞ്ഞു കൊടുത്തു എന്നൊക്കെയുള്ളത് ഭയങ്കര ചർച്ചയായിരുന്നു. നമുക്കിവിടെ തന്നെ നാളെ ധ്യാനിക്കാൻ പോകുന്ന ഭാഗത്തും കൂടെ നോക്കുമ്പോൾ 2 പ്രാവശ്യം അത് കാണാം. 48-ാം വാക്യത്തിൽ നമുക്ക് കാണാനായിട്ട് സ്പോങ് എടുത്ത് പുളിച്ച വീഞ്ഞ് കൊടുത്തു. അതുപോലെ തന്നെ 39-ാം ഇപ്പം വായിച്ച് 34-ാം വാക്യത്തിലും നമുക്ക് കാണാനായിട്ട് കഴിയും, അവന് കയ്പ് കലങ്ങിയ വീഞ്ഞു കൊടുത്തു. അത് ദൈവദാസൻ പറഞ്ഞ പോലെ തന്നെ വേദന അറിയാതിരിക്കാനുള്ള വേദനാസംഹാരിയും കൂടെ മിക്സ് ചെയ്തിട്ട് അവനത് കൊടുത്തു. അന്ന് ക്രൂശിക്കപ്പെടുന്ന ആൾക്കാർക്ക് കൊടുക്കാൻ വേണ്ടി കുലീനയായ സ്ത്രീകളൊക്കെ ഇതുപോലുള്ള ഇത് തയ്യാറാക്കി വെക്കുകയും ക്രൂശിക്കപ്പെടാനായിട്ട് വിധിക്കുന്നവർക്ക് അത് മുൻകൂട്ടി നൽകുകയും ചെയ്യുമായിരുന്നു, അവർ ആ വേദനയുടെ കാഠിന്യം അനുഭവിക്കാതിരിക്കാനായിട്ട് എന്ന് നമുക്ക് കാണാം. എന്നാൽ കർത്താവ് ഇത് രുചിച്ചു നോക്കിയാലേ കുടിപ്പാൻ കഴിഞ്ഞില്ല. അല്ലെങ്കിൽ ക്രൂശിലെ കഷ്ടാനുഭവങ്ങളോ വേദനയോ അനുഭവിക്കാതിരിക്കാനുള്ളൊരു ഷോർട്ട് കട്ട് കർത്താവ് എടുത്തില്ല. ദൈവദാസൻ പറഞ്ഞ പോലെ തന്നെ കർത്താവിൻ്റെ മരണം വരെ പൂർണ്ണ സുബോധത്തിലായിരുന്നു കർത്താവ് ഇരുന്നത് എന്നുള്ളതും നമുക്ക് കാണാനായിട്ട് കഴിയും. അപ്പം നമുക്കറിയാം, ഇവിടെ മാത്രമല്ല മറ്റു സുവിശേഷങ്ങൾ വായിക്കുമ്പോഴും അവസാനം എൻ്റെ പിതാവേ നിൻ്റെ കരങ്ങളിൽ എൻ്റെ ആത്മാവിനെ ഏൽപ്പിക്കുന്നു, സകലതും നിവൃത്തിയായി എന്നും പറഞ്ഞ് സ്വന്തം തോളിൽ തലചായ്ച്ച് കർത്താവ് തൻ്റെ ജീവനെ വിട്ടു എന്നുള്ള കാര്യവും നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. അപ്പോൾ
രണ്ട് ആദ്യത്തെ പ്രാവശ്യം അത് കലക്കിയ വീഞ്ഞ് കൊടുത്തു. രണ്ടാമത്തെ പ്രാവശ്യം കൊടുത്ത വീഞ്ഞെന്ന് പറയുന്നത് പുളിച്ച വീഞ്ഞ്, വളരെ വിലയില്ലാത്തതും സാധാരണ കൂലിപ്പണിക്കാരൊക്കെ കുടിക്കുന്ന വില കുറഞ്ഞ ആ വീഞ്ഞ്, ദാഹത്തിന് കുടിക്കുന്ന വീഞ്ഞ് എന്നാ പറയുന്നത്. അത് നല്ല വീഞ്ഞോ അല്ലെങ്കിൽ ക്വാളിറ്റി വീഞ്ഞല്ല, വെറും ദാഹിക്കാനായിട്ട് കൊടുക്കുന്ന പോലുള്ള ആ വീഞ്ഞ് അവന് കുടിപ്പാൻ കൊടുത്തു എന്നുള്ളത് നമ്മൾ ലാസ്റ്റ് 48-ാം വാക്യത്തിൽ നമുക്ക് കാണാം. മർക്കോസിന്റെ സുവിശേഷത്തിലും ഇതേ രണ്ട് റെഫറൻസ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. എന്നിട്ട് പറയുന്ന വാക്കാണ് ഇന്നത്തെ നമ്മുടെ തലക്കെട്ടായിട്ട് നമ്മൾ എടുത്തേക്കുന്നത്. നീ ദൈവപുത്രനെങ്കിൽ, അതെ, യഹൂദന്മാരുടെ വസ്ത്രം പകുത്തെടുത്തു. അത് നമുക്കറിയാം. ഒരു മിനിറ്റ്, രുചി നോക്കിയാറെ അവന് കുടിപ്പാൻ മനസ്സായില്ല. വസ്ത്രം പകുത്തെടുത്ത അത് ദൈവവചനം നിവർത്തിയാകുവാൻ സംഗതി വന്നുവെന്നും നമ്മൾ ഒരിടത്ത് ഇരുന്നുകൊണ്ട് രാജാവ്, അവൻ്റെ യഹൂദന്മാരുടെ രാജാവ് എന്ന് എഴുതി കുറ്റസംഗതി അവൻ്റെ തലയ്ക്ക് മീതെ വെച്ചു. ഇടത്തും വലത്തുമായി 2 കള്ളന്മാരെയും അവനോട് ചേർന്ന് ക്രൂശിച്ചു. നമുക്കറിയാം ഈ ഒരു സംഭവം ഇവിടെ അധികം വിശദീകരിച്ചിട്ടില്ല. ലൂക്കോസിന്റെ ശേഷം നമ്മൾ വായിക്കുമ്പോഴാണ് ഈ കള്ളന്മാരുടെ സംഭവം നമുക്ക് അറിയാവുന്നത്. അതിലൊരു കള്ളൻ കർത്താവിനെ ദുഷിച്ചെന്നും മറ്റേ കള്ളൻ അവൻ മാനസാന്തരപ്പെട്ടെന്നും ഉള്ള കാര്യമാണ് നമുക്കവിടെ വായിക്കാം. ലൂക്കോസിന്റെ സുവിശേഷം 23-ാം അധ്യായം 39 മുതൽ 43 വരെ ഉള്ള വാക്യങ്ങളിൽ നമുക്ക് അത് കാണാനായിട്ട് കഴിയും. 39 മുതൽ അവൻ പതിവ് പോലെ, ഒരു മിനിറ്റ്, 23-ാം അധ്യായം 39-ാം വാക്യം. അതെ, തൂക്കിയ ദുഷ്പ്രവർത്തിക്കാരിൽ ഒരുത്തൻ, നീ ക്രിസ്തു അല്ലയോ, നിന്നെ തന്നെയും ഞങ്ങളെയും രക്ഷിക്ക എന്ന് പറഞ്ഞ് അവനെ ദുഷിച്ചു. മറ്റവനോ അവനെ ശാസിച്ചു, സമശിക്ഷാവിധിയിൽ തന്നെ ആയിരുന്നിട്ട് നീ ദൈവത്തെ ഭയപ്പെടുന്നില്ലയോ? നാമോ ന്യായമായിട്ട് ശിക്ഷ അനുഭവിക്കുന്നു, നാം പ്രവർത്തിച്ചതിന് യോഗ്യമായതല്ലോ കിട്ടുന്നത്. ഇവനോ അരുതാത്തതൊന്നും ചെയ്തിട്ടില്ല. പിന്നെ അവൻ യേശുവെ, നീ രാജത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെ ഓർത്തുകൊള്ളണമേ എന്ന് പറഞ്ഞു. യേശു അവനോട്, നീ ഇന്ന് എന്നോടുകൂടെ പർദീസയിൽ ഇരിക്കും. നമ്മുടെ പല തിയോളജികളും നമ്മൾ ഡെവലപ്പ് ചെയ്തേക്കുന്നത് ഈ രണ്ടാമത്തെ കള്ളൻ്റെ ബേസിലാണ്. നമ്മൾക്കറിയാമല്ലോ, സ്നാനപ്പെടണമെന്ന് ചോദിച്ചാൽ ആ ക്രൂശിലെ കള്ളൻ സ്നാനപ്പെട്ടോ, പിന്നെ ഞാൻ സ്നാനപ്പെടേണ്ട ആവശ്യമില്ല. അതുപോലെ മറ്റു പല ചോദ്യങ്ങളും സ്ഥിരമായിട്ട് ചോദിക്കുന്നത് നമുക്കറിയാമല്ലോ, നമുക്ക് ഓർമ്മയുള്ള കാര്യമാണല്ലോ. അപ്പം ഈ ക്രൂശിലെ കള്ളനായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുക. പല ആൾക്കാർക്കും പല രക്ഷപ്പെടലും നടത്താനായിട്ട് ഇത് മുഖാന്തരം സാധിക്കുന്നല്ലോ. അപ്പം നോക്കിയാട്ടെ, എന്നാൽ ക്രൂശിലെ കള്ളൻ എന്താ ചെയ്തത്? ഞാൻ ഈ സ്നാനത്തെപ്പറ്റി വാദിക്കാനല്ല ഇന്ന് രാവിലെ ഈ സമയം ഉപയോഗിക്കുന്നത്, അതുകൊണ്ട് തന്നെ ജസ്റ്റ് ഒരു പാസിങ് റെഫറൻസ് ആയിട്ട് അത് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. അവിടെ ഒരുത്തൻ പറയുകയാണ്, നിന്നെ തന്നെ നീ രക്ഷിക്ക. മറ്റാൾക്കാരും അത് തന്നെ പറഞ്ഞു, കടന്നു പോകുന്നവർ അത് തന്നെ പറഞ്ഞു, രക്ഷിക്ക, നീ നിന്നെ തന്നെ രക്ഷിക്ക. കടന്നു പോകുന്നവർ തല കുലുക്കി അവനെ ദുഷിച്ചു. മന്ദിരം പൊളിച്ച് 3 നാൾ കൊണ്ട് പണിയുന്നവനെ നിന്നെ തന്നെ രക്ഷിക്ക. ദൈവപുത്രനെങ്കിൽ ക്രൂശിൽ നിന്ന് ഇറങ്ങി വാ. അത് നമുക്കറിയാമല്ലോ, തികച്ചും അസാധ്യമായൊരു കാര്യമാണെന്ന് അവർക്കറിയാം. കർത്താവിൻ്റെ ദൃഷ്ടിയിൽ അത് അസാധ്യമല്ല എന്നുള്ളത് കർത്താവ് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ താൻ വിൽഫുള്ളായിട്ട് അത് താൻ അനുഭവിക്കുന്നതാണ് എന്നുള്ളതും, ഈ അനുഭവിക്കുന്ന കാര്യങ്ങൾ ലോകത്തിൻ്റെ രക്ഷയ്ക്കായിട്ട്, പാപികളുടെ രക്ഷയ്ക്കായിട്ട് ദൈവം ലോകസ്ഥാപനത്തിന് മുന്നമേ ദൈവം തീരുമാനിച്ച ഒരു കാര്യമാണ് ഈ നിറവേറുന്നതെന്നും നമുക്കും അതുപോലെ ദൈവവചനം അറിയുന്ന എല്ലാവർക്കും അതറിയാം. അപ്പോൾ പരിഹസിക്കാനുള്ള ഒരു വേദിയായിട്ട്, പരിഹസിക്കാനുള്ള ഒരു അവസരമായിട്ട് ഇതിനെ എടുത്തിട്ട് പറയുകയാണ്, നീ മന്ദിരം പൊളിച്ച് 3 നാൾ കൊണ്ട് പണിയുന്നവനല്ലേ, നിന്നെ തന്നെ രക്ഷിക്ക. അപ്പോൾ നമുക്കറിയാം, കർത്താവ് ശുശ്രൂഷിപ്പിക്കാനല്ല ശുശ്രൂഷിക്കാനും തൻ്റെ ജീവനെ അനേകർക്ക് മറുപടിയായി കൊടുക്കാനുമായിട്ടാണ് കർത്താവ് വന്നത് എന്നുള്ള സത്യം നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം. അപ്പം അങ്ങനെ ആയിരിക്കുന്ന കർത്താവിൻ്റെ സ്നേഹത്തെ ചോദ്യം ചെയ്യുകയും, നമുക്കറിയാമല്ലോ, ക്രൂശ് എന്ന് പറയുന്നത് ഇന്ന് പലർക്കും ഇടർച്ചയെ. ഇപ്പം നമ്മളോടായിരുന്നു അങ്ങനെ പറഞ്ഞിരുന്നതെങ്കിൽ നമ്മളാകെ ദുഃഖിച്ചേനെ. കാരണം കർത്താവെ, നിന്റെ നാമത്തിൽ ഞങ്ങൾ ഇറങ്ങി ഇതുപോലെ ക്രൂശിക്കപ്പെടാൻ ഇടയായി തീർന്നു, എന്നിട്ട് ആൾക്കാർ പറയുന്നത് കണ്ടില്ലേ, നിന്റെ നാമത്തെ നീ, കർത്താവെ, ഞങ്ങളെ നീ ലജ്ജിപ്പിക്കരുതേ എന്നും പറഞ്ഞ് അവിടുന്ന് നമ്മൾ ഒരുപക്ഷെ ഇറങ്ങി വരാനുള്ള പഠിച്ച പണി 18 നമ്മൾ നോക്കിയേനെ. പ്രിയപ്പെട്ടവരെ, നമ്മളെ ക്രിസ്ത്യാനികളാക്കി തീർക്കുന്നത്, നമ്മളെ ക്രിസ്തുവിൻ്റെ ശിഷ്യന്മാരാക്കി തീർക്കുന്നത് ഈ ക്രൂശിൻ്റെ അനുഭവമാണ്. അപ്പം നമുക്കറിയാമല്ലോ, പൗലോസ്ലീഹ തന്നെ ക്രൂശ് മാറിപ്പോകാനായിട്ട്, അല്ലെങ്കിൽ താൻ അനുഭവിക്കുന്ന ആ മുള്ളു മാറിപ്പോകാൻ വേണ്ടി അപേക്ഷിച്ചപ്പോൾ കർത്താവ് അവരോട് പറഞ്ഞത്, എൻ്റെ കൃപ നിനക്ക് മതി എന്ന് പറഞ്ഞ കാര്യം നമുക്കറിയാം.
നമുക്കറിയാം, ഇവിടെ കാണുന്നല്ലോ, കർത്താവിന്റെ ക്രൂശ് കർത്താവ് എടുത്തുകൊണ്ട് അത് ആ മരണത്തിലേക്ക് പോയതുപോലെ തന്നെയാണ് നമ്മളോടും പറഞ്ഞേക്കുന്നത്. ഓരോരുത്തൻ അവനവന്റെ ക്രൂശ് എടുക്കട്ടെ. അല്ല എൻ്റെ ക്രൂശ് എൻ്റെ ഭാര്യയാണെന്നോ, എൻ്റെ ക്രൂശ് ഇന്നാരാണെന്നോ, സഭയിലെ സെക്രട്ടറി ആണെന്നോ, അല്ലെങ്കിൽ എൻ്റെ ക്രൂശ് ഇന്ന വ്യക്തിയാണെന്നോ ഒന്നും അല്ല പറയുന്നത്. ക്രിസ്തുവിന്റെ നാമനിമിത്തം നമ്മൾ നേരിടുന്നതായ നിന്ദയും പരിഹാസവും എതിർപ്പിനെയൊക്കെയാണ് ക്രിസ്തുവിന്റെ നാമനിമിത്തവും അവന്റെ വചന നിമിത്തവും നമുക്കുണ്ടാകുന്ന അസൗകര്യത്തെയൊക്കെയാണ് ക്രൂശ് എന്ന പദം കൊണ്ട് അർത്ഥമാക്കുന്നത് എന്നുള്ളത് നമുക്ക് വ്യക്തമായിട്ട് അറിയാം. അപ്പം ഈ ക്രൂശ് മാറിപ്പോകണം എന്ന് നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ, ഈ ക്രൂശ് ഇല്ലാതാകണം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ, അത് കർത്താവ് പറഞ്ഞ ശിഷ്യത്വത്തിന്റെ ആ മാനദണ്ഡത്തിന് അത് വിരോധമായിട്ട് തീരുകയും ഈ ക്രൂശ് മാറിപ്പോകുന്നതോടെ നമ്മൾ യഥാർത്ഥത്തിൽ ഒരു ശിഷ്യനല്ലാതായി തീരുകയാണ്. പൗലോസ് ഗലാത്യർക്ക് എഴുതുന്ന ലേഖനം പറയുന്നുണ്ട് ഇതുപോലൊരു വാക്യം, അങ്ങനെ ഞാൻ ചെയ്യുന്നുവെങ്കിൽ, ഞാൻ ജഡത്തിൽ സുമുഖം കാണിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ക്രൂശിന്റെ ഇടർച്ച മാറിപ്പോയല്ലോ എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്. അത് ഞാൻ കൃത്യമായിട്ട് എൻ്റെ റെഫറൻസ് ഞാൻ ഓർക്കുന്നില്ല. ക്രൂശിന്റെ ഇടർച്ച മാറിപ്പോയല്ലോ, പിന്നെ ഞാൻ ഒരു ശിഷ്യനായിട്ട് എങ്ങനെയാണ് ഇരിക്കുന്നത്? ക്രൂശിന്റെ ഇടർച്ചയാണ് എന്നെ ശിഷ്യനാക്കി നിലനിർത്തിയിരിക്കുന്നത്. അല്ലെങ്കിൽ ഈ ക്രൂശ് നിമിത്തമാണ് ഞാൻ കർത്താവിനെ എൻ്റെ അനുഗമിക്കാനും ഒരു ദൈവവേദനായിട്ട് ഇരിക്കാനുമായിട്ട് ഇടയായിത്തീരുന്നത്. അപ്പൊ അത് സിഗ്നിഫൈ ചെയ്യുന്നതായിട്ടുള്ള ആ ക്രൂശ് മാറിപ്പോയാൽ, അത് എവിടെയാ ഓർക്കുന്നില്ല, ബിജി ബ്രദർ കണ്ടായിരുന്നു അത്? അദ്ദേഹം കണ്ടില്ലെന്ന് തോന്നുന്നു. ഗലാത്യ ലേഖനം 6:12. താങ്ക് യു എസ് പാസ്റ്റർ. 6:12. അതെ, താങ്ക് യു. ജഡത്തിൽ സുഖം കാണിപ്പാൻ ഇച്ഛിക്കുന്നവനൊക്കെയും ക്രിസ്തുവിന്റെ ക്രൂശ് നിമിത്തം ഉപദ്രവം സഹിക്കാതിരിക്കേണ്ടതിന് മാത്രം നിങ്ങളെ പരിച്ഛേദന ഏൽപ്പാൻ നിർബന്ധിക്കുന്നു. അതെ, കർത്താവായ യേശു ക്രിസ്തുവിന്റെ ക്രൂശിലല്ലാതെ പ്രശംസിപ്പാൻ ഇടവരരുത് എന്നും ഞാൻ ഈ പറഞ്ഞതുപോലെ തന്നെ ഈ പറഞ്ഞ എക്സാക്റ്റ് വാക്കും അവിടെ ഉണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ക്രൂശിന്റെ ഇടർച്ച നീങ്ങിപ്പോകുമല്ലോ എന്ന് പറയുന്ന ഒരു വാക്യം കൂടെ ഗലാത്യർക്ക് എഴുതുന്ന ലേഖനത്തിൽ നമുക്ക് വായിക്കാനായിട്ട് കഴിയും. കാരണം ഇന്ന് ഇവിടെ തന്നെ ഉണ്ടോ? അത് ഞാൻ എടുത്തു വെക്കാത്തത് കൊണ്ട് പെട്ടെന്ന് ഓർത്ത ഒരു വാക്യം. അപ്പം നമ്മളെ ശിഷ്യന്മാരാക്കി മാറ്റുന്നത് ഈ ക്രൂശാണെന്നുള്ളത് നമ്മൾ മറന്നു പോകരുത്. ക്രൂശിന്റെ ഇടർച്ച നീങ്ങിപ്പോയിട്ടൊരു ജീവനില്ല. കാരണം ഈ മുള്ള് ഇരിക്കുന്നത് കൊണ്ട്, ഈ ക്രൂശ് നമ്മുടെ ജീവിതത്തിലുള്ളത് കൊണ്ടാണ് ക്രിസ്തുവിന്റെ ജീവൻ നമ്മളിൽ വെളിപ്പെടുന്നത്. ഇത് നമ്മുടെ നാച്ചുറലായിട്ടുള്ള ഒരു സ്ട്രെങ്ത് കൊണ്ടും നാച്ചുറലായിട്ടുള്ള കുറേ ടാലൻസും വെച്ച് നമുക്ക് ജീവിക്കാൻ കഴിയുന്നതോ ചെയ്യാൻ കഴിയുന്നതായിട്ടുള്ള കാര്യമല്ല. മറിച്ച് ഇത് ദൈവകൃപയാൽ നിവർത്തിക്കാൻ കഴിയുന്നതും, ഈ ദൈവകൃപ നമ്മളിൽ വെളിപ്പെടണമെങ്കിൽ ഈ ക്രൂശ് നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുമ്പോഴാണ്. നമുക്കറിയാം 2 കൊരിന്ത്യർ ലേഖനം 4-ാം അധ്യായത്തിൽ, അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ ശരീരത്തിൽ ക്രിസ്തുവിൻ്റെ മരണം ഞങ്ങൾ വഹിക്കുന്നു, അങ്ങനെ ഞങ്ങളിൽ മരണവും നിങ്ങളിൽ ജീവനും വ്യാപരിക്കുന്നു എന്ന് പറയുന്ന വാക്ക് നമ്മൾ ഓർക്കുന്നുണ്ടല്ലോ. മറന്നു പോകേണ്ട വാക്കല്ലത്. നിങ്ങളിൽ ജീവനും വ്യാപരിക്കുന്നുണ്ടല്ലോ. അപ്പം ഒരേ സമയം ക്രിസ്തുവിൻ്റെ മരണം എൻ്റെ ജീവിതത്തിൽ വഹിക്കുന്നു. ക്രിസ്തുവിന്റെ മരണമെന്ന് ഉദ്ദേശിക്കുന്നത് സുവിശേഷ നിമിത്തവും ദൈവവചന നിമിത്തവും ക്രിസ്തുവിന്റെ നാമനിമിത്തവും ഞാൻ കടന്നു പോകേണ്ടി വരുന്ന കഷ്ടങ്ങളെയും പ്രയാസങ്ങളെയും ഒക്കെ തന്നെയാണ് അത് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ആ ക്രൂശ് എൻ്റെ ജീവിതത്തിൽ പ്രവർത്തിക്കുമ്പോൾ ദൈവത്തിൻ്റെ ജീവൻ എന്നിൽ നിന്ന് സൈമൾട്ടേനിയസ് ആയിട്ട് ആ ജീവൻ വെളിപ്പെടുകയും അനേകരെ ആ ജീവന്റെ ഓഹരിക്കാരാക്കി തീർക്കത്തക്കവണ്ണം അനേകരുടെ എൻ്റെ ഹൃദയത്തിൽ പ്രകാശിച്ചിരിക്കുന്ന ക്രിസ്തുവിന്റെ പരിജ്ഞാനം അനേകർക്ക് വിളങ്ങിക്കേണ്ടതിന് എന്ന് നമ്മൾ 4-ാം അധ്യായത്തിൽ വായിക്കുന്നത് പോലെ ഇതൊരു ക്രിസ്തീയ ജീവിതത്തിന്റെ രഹസ്യമാണ്. ഈ ക്രൂശാണ് നമ്മളെ ഇന്ന് കർത്താവിന് വേണ്ടി ജീവിക്കാനും നിലനിൽക്കാനും അവന്റെ ശിഷ്യനായിരിക്കാനുമായിട്ട് ഇടയാക്കുന്നത്. ആ ക്രൂശിന്റെ ഇടർച്ച നീങ്ങിപ്പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആരുമല്ല, നമ്മൾ ഒന്നുമല്ല. നമുക്കറിയാം, അനേകർക്ക് ജീവൻ ലഭിക്കത്തക്കവണ്ണം, അനേകർക്ക് നിത്യജീവൻ ലഭിക്കത്തക്കവണ്ണമുള്ള ഒരു കാര്യത്തിലാണ് കർത്താവ് ഇപ്പോൾ ആയിരിക്കുന്നത്. അവിടുന്ന് പറയുക, വിവരമില്ലാത്തവർ വിളിച്ചു പറയുക, നീ ദൈവപുത്രനെങ്കിൽ ക്രൂശിൽ നിന്ന് ഇറങ്ങി വാ, ഞങ്ങളൊന്ന് കാണട്ടെ, ഞങ്ങൾ വിശ്വസിക്കാം. കർത്താവിനോട് മാത്രമല്ല പ്രിയപ്പെട്ടവരെ, ഈ ക്രിസ്തീയ ജീവിതം എന്താ, ഈ ക്രൂശ് എന്താ എന്ന് മനസ്സിലാക്കാത്ത വിവരമില്ലാത്ത വിശ്വാസികളും ഇന്ന് നമ്മളോട് പറയും, നീ ക്രൂശിൽ നിന്ന് ഇറങ്ങി വാ, ഞങ്ങളൊന്ന് കാണട്ടെ.
പ്രിയപ്പെട്ടവരെ, അത് വലിയൊരു സാത്താൻ പറയുന്ന ഒരു കാര്യമാണ്, വലിയൊരു അപകടമാണ്. ഒരു ദൈവപൈതലിന് അനുവർത്തിക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ല. നമ്മൾ ആരും ക്രൂശ് എടുത്ത് മാറ്റിക്കളഞ്ഞിട്ട് നമ്മൾ ദിവ്യന്മാരാണെന്നോ ശ്രേഷ്ഠന്മാരാണെന്നോ ആരുടെയെങ്കിലും പുകഴ്ച കേൾക്കാനോ അതിനുവേണ്ടി നമ്മൾ ടെംപ്റ്റഡ് ആകാൻ പാടില്ല. അത് പത്രോസിനെ ശാസിച്ചതുപോലെ തന്നെ ഒരിക്കലും നിനക്കിത് ഭവിക്കരുത് എന്ന് പത്രോസ് പോയി കർത്താവിനെ ശാസിച്ചതുപോലെ ആ ശബ്ദവും ആ പറച്ചിലും പൈശാചികന്റെ ശബ്ദമാണെന്ന് നമ്മുടെ ജീവിതത്തിൽ തിരിച്ചറിയേണ്ടത് വളരെ ആവശ്യമാണ്. നമ്മുടെ നിലനിൽപ്പിനും അത് ആവശ്യമാണ്. അതെ അതെ നോക്കിയാട്ടെ. നോക്കിയാട്ടെ. ഞാനത് കൂടുതൽ വിവരിക്കുന്നില്ല. അതിൻ്റെ കാര്യം എന്താണെന്നുള്ളത് എത്ര പേരാ കടന്നു പോകുന്നവർ, മഹാപുരോഹിതന്മാർ, കള്ളന്മാർ അവനെ നിന്ദിച്ചു. അവൻ ദൈവത്തിൽ ആശ്രയിക്കുന്നു, അവൻ ദൈവത്തിന് പ്രസാദമുണ്ടെങ്കിൽ അവൻ ഇപ്പോൾ വിടുവിക്കട്ടെ, അവൻ ദൈവപുത്രനെന്ന് ഞാൻ ദൈവപുത്രനെന്ന് അവൻ പറഞ്ഞുവല്ലോ എന്ന് പറഞ്ഞു. ഇസ്രയേലിൻ്റെ രാജാവാകുന്നു എങ്കിൽ ക്രൂശിൽ നിന്ന് ഇറങ്ങിവ എന്ന് മഹാപുരോഹിതന്മാരും ഒക്കെ പറയുന്ന ഒരു കാര്യമാണ് നമുക്ക് തുടർന്ന് കാണാനായിട്ട് കഴിയുന്നത്. പ്രിയപ്പെട്ടവരെ, എത്ര ഹൃദയഭേദകമായിട്ടുള്ള ഒരു സാഹചര്യമാണെന്നും ഇത്തരം ഒരു സാഹചര്യത്തിൽ ദൈവഹിതം മനസ്സിലാക്കുക. കാരണം നമ്മുടെ വേദനയും നമ്മുടെ പ്രയാസവും നമ്മുടെ കഷ്ടതയും നിമിത്തം എങ്ങനെങ്കിലും ഒരു വിടുതലാണ് നമ്മൾ പലപ്പോഴും ആഗ്രഹിക്കുന്നത്. അയ്യോ, ഈ വീർപ്പുമുട്ടലിൽ നിന്നൊക്കെ ഒന്ന് സ്വതന്ത്രമായി ഈ ക്രൂശൊക്കെ ഒന്ന് മാറിയിട്ട് ഒന്ന് നിവർന്ന് നിൽക്കുന്നത് എപ്പോഴാണ് ആലോചിക്കുന്നത്. എന്നാൽ ദൈവത്തിൻ്റെ വചനത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും, ഇറ്റ് ഈസ് ദാറ്റ് ക്രോസ് ദാറ്റ് കീപ്പ് us going. ഇറ്റ് ഈസ് ദ ക്രോസ് ഓഫ് ക്രൈസ്റ്റ്, അല്ലെങ്കിൽ ഇറ്റ് ഈസ് ദ ക്രോസ് ദാറ്റ് helps us to be a disciple of Jesus. ക്രൂശിൻ്റെ ഇടർച്ച നീങ്ങിപ്പോകാനൊന്നുമല്ല, ഈ മുള്ള് മാറിപ്പോകാനുമല്ല. കർത്താവേ, നിന്റെ ക്രൂശിൻ്റെ നിഴലിൽ ഞാൻ മറയട്ടെ, നിന്റെ ക്രൂശിൻ്റെ നിഴലിൽ ഞാൻ വസിക്കട്ടെ. ആ ക്രൂശിൻ്റെ നിഴലിൽ നിന്നുകൊണ്ടുള്ള അതെനിക്ക് മതി. ബലഹീനതയിൽ തികഞ്ഞു വരുന്ന ശക്തി എനിക്ക് മതി. ഇതൊന്നും മാറിപ്പോയിട്ടുള്ള ഒരു ഇതല്ല, മറിച്ച് ദൈവഹിതപ്രകാരം, ദൈവാലോചന പ്രകാരം ആ ക്രിസ്തുവിൻ്റെ നാമനിമിത്തവും അവൻ്റെ വചന നിമിത്തവും ഉള്ള ഇടർച്ചകൾ സഹിക്കാനും വഹിക്കാനും തന്നെ ആ കർത്താവ് നമ്മളെ വിളിച്ചിരിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നോക്കിയാട്ടെ. അത് പല കാര്യങ്ങളും പറയാൻ സമയം പോയതുകൊണ്ട് ഞാൻ എൻ്റെ വാക്കിൽ നിന്ന് വിരമിക്കട്ടെ.